ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ഒക്ടോബറിലെ PSC ബുള്ളറ്റിനിൽ വന്ന ആനുകാലിക ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം നേടിയ കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തി അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഈ വർഷത്തെ അതായത് 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹം ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. ഓക്കെ, ആലങ്കോട് ലീലാകൃഷ്ണൻ. അടുത്ത ചോദ്യം, NK ദേശം പുരസ്കാരം നേടിയ കവി വി മധുസൂദനൻ നായർ. NK ദേശം പുരസ്കാരം നേടിയതാരാണ്? കവിയായിട്ടുള്ള വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായർ. അടുത്ത ചോദ്യം, പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം നേടിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം നേടിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ PSC ബുള്ളറ്റിനിൽ പറഞ്ഞൊരു കാര്യമാണ്, എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചതും ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചതും ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. അടുത്ത ചോദ്യം, തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബുലക്ഷ്മി പുരസ്കാരം നേടിയത് KJ യേശുദാസ്. ഗാനഗന്ധർവനായിട്ടുള്ള KJ യേശുദാസ് ആണ് തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബുലക്ഷ്മി പുരസ്കാരം നേടിയത്. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം നേടിയതാരാണ്? അത് NS മാധവനാണ്. NS മാധവൻ. കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയ പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി അത് രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹ. അദ്ദേഹമാണ് കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയ പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി. സിമ്പിളായിട്ട് കർണാടക സർക്കാരിൻ്റെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാ? രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹ. അടുത്ത ചോദ്യം, PV സാമി അവാർഡ് നേടിയത് K മാധവൻ. PV സാമി അവാർഡ് നേടിയതാരാണ്? അത് K മാധവൻ. മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. നമുക്കറിയാം, E സന്തോഷ് കുമാർ ഈയിടെയായി വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചു അല്ലേ? ഈ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ചതും ആർക്ക് തന്നെയാണ്? E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ്. അതായത് 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. വയലാർ അവാർഡ് എന്ന് പറയുന്നത് 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ്. അപ്പോൾ 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? അത് E സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. അടുത്ത ചോദ്യം, സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം നേടിയത് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധായകനായിട്ടുള്ള ജോൺസൺ മാഷിൻ്റെ ജോൺസൺ സ്മാരക പുരസ്കാരം നേടിയതാരാണ്? അത് ഗാനരചയിതാവായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, പ്രഥമ മലയാളി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ മേത്തിൽ രാധാകൃഷ്ണൻ. പ്രഥമ മലയാളി പുരസ്കാരം നേടിയ എഴുത്തുകാരനാണ് മേത്തിൽ രാധാകൃഷ്ണൻ. TP മാധവൻ പുരസ്കാരം നേടിയ നടന്മാരാണ് മധുവും ജഗതി ശ്രീകുമാറും. മധുവിനും ജഗതി ശ്രീകുമാറിനുമാണ് TP മാധവൻ പുരസ്കാരം ലഭിച്ചത്. TG ഹരികുമാർ പുരസ്കാരം നേടിയതാരാണ്? അത് K ജയകുമാറാണ്. TG ഹരികുമാർ പുരസ്കാരം നേടിയത് K ജയകുമാറാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ശിരീഷ് ചന്ദ്ര മുർമു. ശിരീഷ് ചന്ദ്ര മുർമു ആണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തി. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് അഥവാ ITBP ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. പ്രവീൺ കുമാറാണ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് അഥവാ ITBPയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്.
അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ഡാനിയൽ കാറ്റ്സ് ആണ്. ഡാനിയൽ കാറ്റ്സ് ആണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായ വ്യക്തി ആർ വെങ്കിട്ട രമണി. ആർ വെങ്കിട്ട രമണിയാണ് നമ്മുടെ അറ്റോർണി ജനറലായിട്ടുണ്ടായത്. അദ്ദേഹം തന്നെയാണ് വീണ്ടും അറ്റോർണി ജനറലായി നിയമിതനായത്. ആർ വെങ്കിട്ട രമണി. ആർ വെങ്കിട്ട രമണി. അടുത്ത ചോദ്യം, ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സനെ തകായിച്ചി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് സനെ തകായിച്ചിയാണ്. സനെ തകായിച്ചി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ. കെയർ സ്റ്റാമർ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത് പ്രകാശ് രാജാണ്. നടനായിട്ടുള്ള പ്രകാശ് രാജാണ് 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി നിയമിതനായത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡറായത് ശുഭാംശു ശുക്ലയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ശുഭാംശു ശുക്ല. ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ശുഭാംശു ശുക്ലയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഇന്ത്യയിലെ അടുത്ത US അംബാസഡറായി തിരഞ്ഞെടുത്തത് സെർജിയോ ഗോർനെയാണ്. സെർജിയോ ഗോർനെയാണ് ഇന്ത്യയിലെ അടുത്ത US അംബാസഡറായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അഥവാ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണ്. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അഥവാ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണ്. ബരാതാങ്ങിൽ. ഓക്കെ. അടുത്ത ചോദ്യം, കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റാണ് ആന്ത്രോത്ത്. കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റാണ് ആന്ത്രോത്ത്. ആന്ത്രോത്ത്. 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനമാണ് MiG-21 യുദ്ധവിമാനം. 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ യുദ്ധവിമാനമാണ് MiG-21 യുദ്ധവിമാനം. MiG-21. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര. അനന്തശസ്ത്ര. അടുത്ത ചോദ്യം, ബയോകണക്ട് ഇൻ്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്നത് കോവളത്ത്. ബയോകണക്ട് ഇൻ്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്നത് എവിടെയാണ്? അത് കോവളത്താണ്. ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസമാണ് കൊങ്കൺ 25. ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം എന്താണ്? അത് കൊങ്കൺ 25 ആണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായി മാറിയതാണ് നവി മുംബൈ. നവി മുംബൈ ഇന്ത്യയിലെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായി മാറി. നവി മുംബൈ ഇന്ത്യയിലെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായി മാറി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. R. റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്ന രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് R. റോഷനാണ്. R. റോഷൻ. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈന. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യമാണ് ചൈന. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാനായി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കാൻ പോകുന്ന കേരള ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കുന്നതിനായി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കാൻ പോകുന്ന
കേരള ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. അടുത്ത PSC പരീക്ഷയിൽ ഒരു ചോദ്യം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം നടക്കുന്നത് തിരുവനന്തപുരം. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം നടന്നത് തിരുവനന്തപുരത്ത്. വന്ദേമാതരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് കേന്ദ്ര സർക്കാർ ആഘോഷിക്കാൻ പോകുന്നത്? 150-ാം വാർഷികം. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികമാണ് കേന്ദ്ര സർക്കാർ ആഘോഷിക്കാൻ പോകുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം അഥവാ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച രാജ്യമാണ് ചൈന. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ് ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ. അത് നിർമ്മിച്ചത് ചൈനയാണ്. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്ത രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയാണ് ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായി ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്തത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. 2025 നോബൽ സമ്മാനങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായിട്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നോബൽ നേടിയത് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡൽ, ഡോക്ടർ ഷിമോൺ സക്കാഗുച്ചി. ആരൊക്കെയാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നോബൽ നേടിയത്? മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡൽ, ഡോക്ടർ ഷിമോൺ സക്കാഗുച്ചി. അതിൽ മേരി ഇ ബ്രങ്കോ എന്ന് പറയുന്നത് US-കാരിയാണ്. ഫ്രെഡ് റാംസ്ഡൽ US-കാരനാണ്. ഡോക്ടർ ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണ്. ജപ്പാൻകാരനും ബാക്കി രണ്ടുപേരും US-കാരുമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ്. അടുത്ത ചോദ്യം, ഈ വർഷത്തെ സാഹിത്യ നോബൽ നേടിയത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നഹോർക്കായ് ആണ്. ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നഹോർക്കായ് ആണ് ഈ വർഷത്തെ സാഹിത്യ നോബൽ നേടിയത്. ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നഹോർക്കായ് ആണ് ഈ വർഷത്തെ സാഹിത്യ നോബൽ നേടിയത്. എൻ്റെ കൂടെ തന്നെ പറഞ്ഞു വരിക. ആരാണ് ഈ വർഷത്തെ സാഹിത്യ നോബൽ നേടിയത്? അത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നഹോർക്കായ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ നേടിയത് ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനിസ്. 2 ജോൺമാരും ഒരു മിഷേലുമാണ് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ നേടിയത്. അതിൽ ജോൺ ക്ലാർക്ക് ബ്രിട്ടനാണ്, മിഷേൽ എച്ച് ഡെവോററ്റ് ഫ്രാൻസ് ആണ്, ജോൺ എം മാർട്ടിനിസ് US ആണ്. ഓക്കെ. അപ്പോൾ ഭൗതികശാസ്ത്ര നോബൽ നേടിയത് ആരൊക്കെയാണ്? ഒന്നിച്ച് പറയാം. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനിസ്. ജോൺ എം മാർട്ടിനിസ്. ഇവർക്ക് ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഏകദേശം 10.38 കോടി രൂപയാണ് സമ്മാനത്തുക. 10.38 കോടി രൂപയാണ് സമ്മാനത്തുക. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി ഈ വർഷത്തെ സമാധാന നോബൽ നേടിയത് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊരീനോ മച്ചാഡോക്കാണ് ഈ വർഷത്തെ സമാധാന നോബൽ നേടിയത്. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊരീന മച്ചാഡോക്കാണ് ഈ വർഷത്തെ സമാധാന നോബൽ നേടിയത്. എന്നാൽ ഈ വർഷത്തെ രസതന്ത്ര നോബൽ നേടിയത് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവരാണ്. ആരൊക്കെയാണ് ഈ വർഷത്തെ രസതന്ത്ര നോബൽ നേടിയത്? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. അതിൽ സുസുമു കിറ്റഗാവ ജപ്പാനാണ്, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടനാണ്, ഒമർ യാഗി US ആണ്. ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയതിന് കാരണം ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച്
ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനയായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് കണ്ടുപിടിച്ചതിനാണ്. ഓക്കെ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് കണ്ടുപിടിച്ചതിനാണ് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്ക് രസതന്ത്ര നോബൽ ലഭിച്ചത്. അടുത്തത്, ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയത് ജോയൽ മൊഗീർ, ഫിലിപ്പെ അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ആരൊക്കെയാണ് ഈ വർഷത്തെ സാമ്പത്തിക നോബൽ നേടിയത്? ജോയൽ മൊഗീർ, ഫിലിപ്പെ അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. അതിൽ ജോയൽ മൊഗീർ എന്ന് പറയുന്നത് നെതർലാൻഡ്സിൽ ജനിച്ച US ഇസ്രായേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഫിലിപ്പെ അഗിയോൺ ഫ്രാൻസുകാരനാണ്. പീറ്റർ ഹോവിറ്റ് കാനഡക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയത്. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോബൽ പുരസ്കാരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ മേഖലയിലും നോബൽ പുരസ്കാരം ലഭിച്ച ആൾക്കാരൊക്കെയാണെന്നും അവരുടെ രാജ്യം ഏതാണെന്നും ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിന് അല്ലെങ്കിൽ എന്ത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് സമ്മാനം ലഭിച്ചത് എന്നുള്ളതും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം അഥവാ UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരി ജിനാലി മോദി. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം അഥവാ UNEPയുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? അത് ഡൽഹിയിലാണ്. ഈയിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടറാണ് ക്രിസ് വോക്സ്. സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ ഷൂട്ടൗട്ടിൽ 4-1 പരാജയപ്പെടുത്തി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു ഫൈനൽ നടന്നത്. അതിൽ ഇന്ത്യ കിരീടം നേടി. സാഫ് അണ്ടർ 17 ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിച്ചത് ശുഭ്മാൻ ഗില്ലിനെ. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? അത് ശുഭ്മാൻ ഗില്ലാണ്. 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രയോണ്ട. 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായി മാറിയത് സ്മൃതി മന്ദാന. ഇന്ത്യക്കാരിയായിട്ടുള്ള സ്മൃതി മന്ദാന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമാണ് സ്മൃതി മന്ദാന. ഈയിടെ അന്തരിച്ച ലോകപ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തിയാണ് ഡാം ജെയിൻ ഗുഡാൾ. ഈയിടെ അന്തരിച്ച ലോകപ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യരും മനുഷ്യക്കുരങ്ങുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ലോകപ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായ വ്യക്തിയാണ് ഡാം ജെയിൻ ഗുഡാൾ. അടുത്ത ചോദ്യം, ഈയിടെ അന്തരിച്ച ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അതികായരിലൊരാളായ വ്യക്തി TJS ജോർജ്. ഈയിടെ അന്തരിച്ച ഇന്ത്യൻ പത്രപ്രവർത്തകനായ വ്യക്തിയാണ് TJS ജോർജ്. ഈയിടെ അന്തരിച്ച ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മോഹൻദാസ്. ഈയിടെ അന്തരിച്ച ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മോഹൻദാസ്. ഈ അടുത്ത് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? അത് ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ശ്രീവിജയപുരം എന്ന സ്ഥലത്താണ്.
ഈയടുത്ത് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത് ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ശ്രീവിജയപുരത്ത് PSC ബുള്ളറ്റിനിൽ കൊടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അടുത്ത പോയിൻ്റാണ്, ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാർ ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ളൊരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ വളരെ വിജയകരമായി തീരട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PSC ബുള്ളറ്റിനിൽ 2025 ഒക്ടോബർ മാസം PSC ബുള്ളറ്റിനിൽ വന്നിട്ടുണ്ടായത്. നമുക്കറിയാം, ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം PSC ബുള്ളറ്റിൻ വളരെ നന്നായി നോക്കുക അല്ലെങ്കിൽ നന്നായി പഠിച്ചു പോവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത PSC ബുള്ളറ്റിനിൽ നിന്ന് മാത്രം കഴിഞ്ഞ കഴിഞ്ഞ PSC പരീക്ഷകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പരമാവധി നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ PSC ബുള്ളറ്റിൻ വാങ്ങി അത് നന്നായിട്ട് പഠിക്കുക. വരുന്ന പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങി നല്ല റാങ്ക് വാങ്ങി പെട്ടെന്ന് തന്നെ സർവീസിൽ കയറാൻ വേണ്ടി എല്ലാവർക്കും പറ്റട്ടെ. താങ്ക്